ഇവളിത് എവിടെയാ പോയത്? കുഞ്ഞിപ്പാത്തു, ഈ കുഞ്ഞം ഇവിടെ എത്തിയാ? വേഗം ഒളിക്കാം. കുഞ്ഞിപ്പാത്തു, ഛേ, ഇവളിത് എവിടെയാ പോയത്? അവളുടെ റൂമിലൊന്നുമില്ലല്ലോ, പിന്നെ അവളിത് എവിടെയാ പോയത്? എടി കുഞ്ഞിപ്പാത്തു, ഞാൻ ഇത്രയും വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ. എന്നാ സംഭവം? ഇനി അവൾക്ക് വല്ല അപകടം പറ്റിയിട്ടുണ്ടാകുമോ? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. കരണ്ടുമില്ല. എനിക്കെന്തോ ഒരു പേടി പോലെ. ഇനി ചിലപ്പോൾ ഈ വീട്ടിൽ വല്ല കള്ളന്മാര് കയറിയിട്ട് കരണ്ട് ഓഫാക്കിയതായിരിക്കുമോ? ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. ആ കള്ളന്മാർ കുഞ്ഞിപ്പാത്തുവിനെയും കൊണ്ട് പോയിട്ടുണ്ടാകും. ഇവളിത് എന്തൊക്കെയാ പറയുന്നത്? ആരെ സൗണ്ടും കേൾക്കുന്നില്ലല്ലോ. എന്റെ അല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവളെയും കൂടി ഒന്ന് പേടിപ്പിച്ചാലോ? നല്ല വിറ്റുണ്ടാകും. ആദ്യം ആ 2 പിള്ളേരെ പേടിപ്പിക്കാം, എന്നിട്ട് ഇവളെ പേടിപ്പിക്കാം. അല്ലാതെ എന്റെ പ്ലാൻ ഒന്നും നടക്കില്ല. ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ? കുഞ്ഞിപ്പാത്തു, നിങ്ങളായിരുന്നോ? എടാ, ഇത് നിന്റെ ഏന്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിപ്പാത്തു ആണോ? എനിക്കറിയില്ല. 2 പേരും ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകില്ല. മുഖത്ത് മറുകുണ്ടോ എന്ന് പോയി നോക്കണം. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, നിങ്ങളാരാ? എന്റെ അല്ലോ, ഇത് ഞാൻ തന്നെയല്ലേ? ആണല്ലോ, ഇത് ഞാൻ തന്നെയാണല്ലോ. എടാ, ഇത് ഞാൻ തന്നെയാ. ആരേ? ഞാന്. അതല്ല, നിങ്ങൾ ആരാ? ഇത് ഞാൻ തന്നെ. നിങ്ങൾക്കത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? എടാ ഇക്രു, നീ ചൂടാവണ്ട. അത് നിന്റെ ഏന്റി തന്നെയാ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ മണ്ടത്തരത്തിലുള്ള സംസാരം കേട്ടേരെ എനിക്ക് മനസ്സിലാക്കി അത് നിന്റെ ഏന്റി തന്നെയായിരിക്കുമെന്ന്. എടാ സുലൈമാനെ, ഇത് ഞാൻ തന്നെയാടാ സുലൈമാനെ. ഓ സുലൈമാൻ, നിങ്ങൾ മാപ്പള. ഇത് പൊണ്ണുങ്ങളെ, നിങ്ങളോട് എത്ര വർഷം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി നല്ല സൽമാൻ എന്നാണെന്ന്? അതെന്റെ മാറിപ്പോയതാടാ സുലൈമാനെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇത് നിന്റെ ഏന്റി തന്നെയാണെന്ന്? ഇപ്പോൾ മനസ്സിലായി. ദാ, എന്നാടാ പ്രശ്നം? ആന മുട്ട. ഇവനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ദാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചൂടാവാതെ. നിങ്ങൾ കുഞ്ഞിപ്പാത്തുവിനെ കണ്ടിനാ? ഇല്ല, വലിയ പാത്തുവിനെ കണ്ടത്. ഈ ചെറുക്കന് ബട്ടായിന്നാ തോന്നുന്നത്. ഈ കുഞ്ഞം എന്തപ്പോ പോകാത്തത്? ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എടി കുഞ്ഞിപ്പാത്തുവോ, കുഞ്ഞിപ്പാത്തുവോ, നീ എന്തിനാടാ ഏന്റിയോട് വെറുതെ ചൂടാവുന്നത്? വെറുതെ ഒന്നുമല്ല, നിന്റെ ഏന്റിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാ ചൂടാവുന്നത്. നിന്റോട് വഴക്കിടാൻ ഞാനില്ല. അല്ലട പൊട്ട, നമ്മൾ ഏന്റിന്റെ അടുത്തേക്ക് പോകുവാനല്ലേ അങ്ങനെ ഓടി വന്നത്? അതിന് തന്നെയാ ഓടി വന്നത്. പക്ഷെ നിന്റെ ഏന്റിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാൻ പറ്റുമോ? ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞോണ്ട് നിൽക്കും. എനിക്ക് വയ്യ നിന്റെ ഏന്റിന്റെ അടുത്ത് പോയി നിൽക്കാൻ. അപ്പോൾ നിന്റെ പേടിയൊക്കെ പോയോ? ഇപ്പോൾ പേടിയൊന്നുമില്ല. ഛേ, എന്നാലും ഈ കരണ്ട് എന്താ വരാത്തത്? കരണ്ട് വന്നിരുന്നെങ്കിൽ പോയി കിടന്നുറങ്ങാമായിരുന്നു. അത് തന്നെ, ഈ കരണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു പേടി. നീ ഇവിടെ ഇരിക്കി, നമുക്ക് കരണ്ട് വരുമോ എന്ന് നോക്കാം. പറ്റിയ സമയം, ഇപ്പോൾ തന്നെ പേടിപ്പിച്ചേക്കാം. അതെന്നാ ഒരു സൗണ്ട്? അത് വല്ല പശുവാറ്റം കരഞ്ഞതായിരിക്കും. ഈ പശു കരഞ്ഞതായിരിക്കുമെന്നോ? അപ്പോൾ ആരും പേടിച്ചില്ലേ? ഒന്നും കൂടെ പേടിപ്പിച്ചു നോക്കാം. എടാ സൽമാനെ, അത് പശുവൊന്നുമല്ല. പിന്നെന്തെന്നാ? അത് പോത്തായിരിക്കും. പോത്തിന്റെ അതേ സൗണ്ട്. ഇതെന്തുപ്പാ ഞാൻ പേടിപ്പിച്ചിട്ട് ആരും പേടിക്കാത്തത്? അവരുടെ മുന്നിൽ പോയി നിൽക്കാം. എന്നെ കണ്ടാൽ എന്തായാലും അവർ പേടിക്കും. അതൊന്നൊരു കറുത്ത സാധനം പോലെ. അതെന്റെ നിഴലാണോ? അതെവിടെ പോയി? എടാ ഇക്രു, നീ എന്തെങ്കിലും സൗണ്ട് കേട്ടിനാ? ആടാ, ഞാൻ കേട്ടിനെ. എന്തോ വീഴുന്നത് പോലെയുള്ള സൗണ്ടാണ് ഞാൻ കേട്ടത്. അത് തന്നെയാ ഞാനും കേട്ടത്. ഇനി വല്ല ചക്കയും വീണതായിരിക്കുമോ? ചക്കയൊന്നും ആയിരിക്കില്ലടാ, ഈ റൂമിൽ തന്നെ ഞാൻ കേട്ടത്. അങ്ങനെ തന്നെയാ ഞാനും കേട്ടത്. ഇന്ന് വാ, നമുക്കൊന്ന് നോക്കാം. ഡാ സൽമാനെ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ കുഞ്ഞിപ്പാത്തുന് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു. ഇവളിത് എവിടെയാ പോയത്?
ഇനി സുലൈമാൻ ഖാന്റെ അടുത്ത് ഞാൻ ചെന്നാൽ എനിക്ക് എന്തായാലും വഴക്ക് കിട്ടും. മൂപ്പർക്ക് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ആ പിള്ളേരുടെ അടുത്ത് പോയാൽ അവിടുന്നും വഴക്ക് കിട്ടും. എല്ലാവരുടെയും പണി എന്നെ ഇങ്ങനെ വഴക്ക് പറയലാണ്. പാവം ഞാൻ കുറച്ച് മുഞ്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും എന്നെ ഇങ്ങനെ വഴക്ക് പറയണോ? സുലൈമാനിക്ക് എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ പിള്ളേർ എന്തിനെന്നെ വഴക്ക് പറയുന്നത്? അവരുടെ വിചാരം എന്നാ അവര് വലിയ ആളാണെന്നോ? ആ പിള്ളേർ കിട്ടിട്ട് 2 കൊടുത്താലോ? അത് വേണ്ട, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിങ്ങ് കിട്ടും. ഇനിയെന്നാ ഇപ്പൊ ചെയ്യാ? അവരെ ഒന്ന് പേടിപ്പിച്ചാലോ? അത് നല്ലൊരു കാര്യ. അവർക്ക് മനസ്സിലാകട്ടെ ഈ കുഞ്ഞാമി അത്ര നിസ്സാരക്കാരിയല്ലാന്ന്. അവരെ ഞാൻ പേടിപ്പിച്ചിട്ട് മൂത്രം വയ്പ്പിക്കും. എന്നിട്ട് ആ മൂത്രം അവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്യും. ഈ കുഞ്ഞാമി ആരാ മോൾ? നീ പറഞ്ഞതുപോലെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ഡൈക്രു. ഇനി നമുക്ക് തോന്നിയതായിരിക്കുമോ? അതെങ്ങനെയാടാ പൊട്ട 2 പേർക്കും ഒരുമിച്ച് തോന്നുക? അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. 2 പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ശരിയാക്കി തരാം. എന്നാലും ആ ചക്ക വീഴുന്ന പോലത്തെ സൗണ്ട് എവിടുന്ന വന്നത്? ഇവിടെയൊന്നും കാണുന്നില്ല. അയ്യോ, എന്താടാ? ഇത് നോക്ക്. അയ്യോ, എടാ, പ്രേതമല്ലേ അത്? ആടാ, പ്രേതം തന്നെ. പക്ഷേ പ്രേതം ഇങ്ങനെ ഇടിഞ്ഞു വീഴുമോ? അതറിയില്ലടാ, നീ അതിന്റെ മുഖം നോക്ക്. അത് ശരിക്കും പ്രേതം തന്നെയാ. അപ്പോൾ എന്നെ അവർ കണ്ടില്ലേ? എന്നെ കണ്ടിട്ട് അവർ വിചാരിക്കുന്നത് പ്രേതമാണെന്ന്. മുഖം നോക്ക്, പ്രേതത്തിനെ പോലെ ഉണ്ട് എന്നല്ലേ അവർ പറഞ്ഞത്? അതിനവർ എന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും എന്നെ കണ്ടിട്ട് തന്നെയല്ലേ അവർ പ്രേതമെന്ന് വിചാരിച്ചത്. നീ ഒന്ന് ശരിക്കും നോക്കിയേ, അത് പ്രേതം തന്നെയാണോ? അത് പ്രേതം തന്നെയാടാ, അല്ലാതെ വേറെ എന്താ? നീ ഇങ്ങോട്ട് നിന്നേ, ഞാനൊന്ന് മര്യാദയ്ക്ക് നോക്കട്ടെ. മര്യാദയ്ക്ക് നോക്കാൻ വരുന്നുണ്ട്. ഒന്നും കൂടെ കുനിഞ്ഞിരിക്കാം, അവന് പെട്ടെന്ന് മനസ്സിലാകരുത്. എനിക്ക് തോന്നുന്നത് ഇത് പ്രേതമല്ലാന്ന്. പിന്നെ എന്തെന്നാ ഇത്? ഇത് നിന്റെ ഏന്റിയല്ലേ? എന്ത്? ഇക്രു, ഇത് കുഞ്ഞാമിത്തയാ, കുഞ്ഞാമിത്ത. അപ്പോൾ എന്നെ കണ്ടുപിടിച്ചുല്ലേ? ഇനി ഇങ്ങനെ ഇരുന്നിട്ടെന്താ? അവർക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? എഴുന്നേൽക്കാം. എഴുന്നേൽക്ക്. എഴുന്നേറ്റിക്ക്. എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഇവരിതെവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ പറ്റിച്ചത് കൊണ്ട് എന്നെ പറ്റിക്കുവാൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടാകും. എന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി കറുത്ത തട്ടവും ഇട്ട് ഇരിക്കുകയല്ലേ? അങ്ങനെയൊന്നും ഈ കുഞ്ഞാമി പേടിക്കില്ല മക്കളെ. ശരിക്കും ഇതാരാ? ഇക്രുവാണോ അല്ലെങ്കിൽ സുലൈമാനാണോ? ഞാൻ തന്നെ നോക്കാം. മുഖം മൂടിയിട്ടതായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയി. ഈ മുഖം മൂടിയും കൂടെ ഊരിക്കളിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കളി എല്ലാം പൊളിയും. എടാ ഇക്രു, നീ ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിയില്ലടാ. എന്റെ ഏന്റി എന്താ എഴുന്നേൽക്കാത്തത്? ഏന്റി, എഴുന്നേൽക്ക്. എടാ, നീ ആദ്യം അവരുടെ മുഖം മൂടി മുഖത്ത് നിന്ന് മഴിക്ക്. ഈ കുഞ്ഞാമീൻ അത്ര പെട്ടെന്ന് പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഈ മുഖം മൂടി മാറ്റിയാൽ മതി, നിങ്ങളുടെ കള്ളക്കളി എല്ലാം പൊളിയും. ശരിക്കും പ്രേതം. അതാരാ കരയുന്നത്? അറിയില്ലടാ, ആരോ പ്രേതം എന്ന് പറഞ്ഞിട്ട് കരയുന്നത് കേട്ടു. എന്നാൽ നീ വാ, നമുക്ക് നോക്കാം. പ്രേതോ, പ്രേതോ. എടാ, കുഞ്ഞാമിത്തല്ലേ അത്? അപ്പോൾ പിന്നെ ഇതാരാ? 2 കുഞ്ഞാമിത്ത ഉണ്ടാ? 2 ഏന്റിയാ? അയ്യോ, എടാ, ഇതിലാരാ ശരിക്കും നിന്റെ ഏന്റി? ഇത് തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ ഇതായിരിക്കുമോ? പ്രേതോ, പ്രേതോ, പ്രേതോ. എടാ ഇക്രു, ഇവർ എന്തിനാടാ പ്രേതോ 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 എന്ന് പറയുന്നത്? അറിയില്ലടാ. ഇനി ചിലപ്പോൾ ഈ നിലത്ത് കിടക്കുന്ന കുഞ്ഞാമിത്തനെ കണ്ടിട്ടാണോ പ്രേതം 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 എന്ന് പറയുന്നത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ പ്രേതമാണെന്നാണോ അവർ പറയുന്നത്? അയ്യോ, എന്താടാ? എടാ, ചിലപ്പോൾ അവർ തന്നെയായിരിക്കും പ്രേതം. അതുകൊണ്ടായിരിക്കും അവർ പ്രേതം 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 എന്ന് പറയുന്നത്. അയ്യോ, പ്രേതം പ്രേതം പ്രേതം. എടാ, ഒന്നും
എന്റെ ആന്റി. ഇതെന്തപ്പാ എന്റെ മൂക്കിലിട്ട് കുത്തുന്നത്? അയ്യോ, ഞാൻ ഇപ്പോൾ തുമ്മും. അയ്യോ, അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പ്രേതം. അയ്യോ, ഞാനിത് എവിടെയുള്ളത്? എന്നിപ്പോ ശരിക്കും സംഭവിച്ചത്? ആ പ്രേതത്തിനെ കണ്ടതേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്നാ സംഭവിച്ചത്? ആ പ്രേതം എവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എടാ ഇക്രു, ഇവർ എന്തോ പെറുപെറുക്കുന്നുണ്ടല്ലോ. പ്രേതോ പ്രേതോ പ്രേതോ. അയ്യോ, കുഞ്ഞാമിയല്ലേ ഇത്? ഇവളെന്തിനാപ്പാ പ്രേതം പ്രേതം എന്ന് വിളിച്ച് കരയുന്നത്? അയ്യോ, എന്റെ പിറകിൽ നോക്കിയിട്ടാണല്ലോ അവൾ പ്രേതം പ്രേതം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ പിറകിൽ പ്രേതമുണ്ടാകുമോ? ഞാനിപ്പോൾ എങ്ങനെയൊന്ന് തിരിഞ്ഞു നോക്കുക. എടാ ഇക്രു, ഈ പ്രേതം ഇപ്പോൾ നമ്മളെ കാണുമോ? അയ്യോ, അപ്പോൾ ശരിക്കും പ്രേതമുണ്ട്. പിറകിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് ഞാൻ കേട്ടിന്. ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? അഥവാ പ്രേതത്തിനെ കണ്ടാൽ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാം. എടാ, എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. ഈ പ്രേതം നമ്മളിപ്പോൾ കാണുമോ? നീ ഒന്ന് മിണ്ടാതിരിടാ, ആ പ്രേതം കേൾക്കും. പിറകോട്ട് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആരെയും കാണുന്നില്ലല്ലോ. പിന്നെന്തപ്പാ എന്റെ പിറകിൽ നിന്ന് സൗണ്ട് കേട്ടത്? എനിക്ക് തോന്നിയതായിരിക്കുമോ? എടാ സൽമാനെ, എനിക്ക് കൈവേദനിക്കുന്നുണ്ട്. എടാ, എനിക്കും കൈവേദനിക്കുന്നുണ്ട്. നീ മുറുക്കെ പിടിക്ക്, അല്ലെങ്കിൽ താഴോട്ട് ഇടിഞ്ഞു വീഴും. എടാ സൽമാനെ, നീ ചുമരിൽ പറ്റി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പല്ലിയ ഓർമ്മ വരുന്നു. എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എടാ, നീ ചിരിക്കുകയൊന്നും ചെയ്യല്ലേ, നമ്മൾ താഴോട്ട് ഇടിഞ്ഞു വീഴും. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. എടാ ഇക്രു, എനിക്ക് മനസ്സിലായി. ഇത് നിന്റെ ഏന്റി അല്ല, ഇത് കുഞ്ഞിപ്പാത്തു. കുഞ്ഞിപ്പാത്തു. അയ്യോ, ഞാനിത് എവിടെയാ ഉള്ളത്? എന്നാ ഇവിടെ സംഭവിച്ചത്? ഇതെന്നാ സാധന? മുടിയാണോ? പ്രേതോ. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി വെറുതെ ഒന്ന് പ്രേതത്തിന്റെ വേഷം കെട്ടിയതാ. അപ്പോൾ ശരിക്കും പ്രേതം വന്നു. എന്നാ ആന്റി? ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ഈ വീട്ടിൽ പ്രേതമുണ്ടോ? ഉണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. എന്നാ ആന്റി? ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പ്രേതമുള്ളത് കൊണ്ടായിരിക്കുംലേ ഇവിടെ കരണ്ടൊന്നുമില്ലാത്തത്. നിങ്ങളൊന്ന് ബായ് പൊട്ടിയിരിക്ക. കുറെ സമയായി കഹോ കഹോ എന്ന് പറയുന്നേ. പ്രേതമുള്ളത് കൊണ്ടല്ല കരണ്ട് പോയത്. പിന്നെ എങ്ങനെയാ? അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തന്നെയാണ് മെയിൻ ഓഫ് ആക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അത് നിങ്ങളെ ഒന്ന് പേടിപ്പിക്കണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ പ്രേതത്തിന്റെ വേഷമൊക്കെ കെട്ടിയത്. പക്ഷേ അപ്പോഴേക്കും ശരിക്കും പ്രേതം ഇവിടെ വന്നു. എന്റെ അല്ലാ, ഈ പ്രേതത്തിന് എങ്ങനെയായി വീട്ടിൽ നിന്നും പറഞ്ഞയക്കുക? എന്തായാലും അതിപ്പോൾ നടക്കില്ല. ഇപ്പോൾ രാത്രിയല്ലേ, നമുക്ക് പകൽ എന്തെങ്കിലും ചെയ്യാം. എടാ പൊട്ട, അതിന് പകല് വരെ ആ പ്രേതം നമ്മളെ ഒന്നും ചെയ്യാതിരിക്കുമോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ആ പ്രേതത്തിനെ ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് വേഗം കിടന്നുറങ്ങാം. അതെ, പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റില്ല. എടാ പൊട്ട, അതിന് കറണ്ട് പോയതല്ലോ, ഈ കുഞ്ഞിപ്പാത്തു ആന്റി മെയിൻ ഓഫ് ആക്കിയതല്ലേ. പറയുമ്പോൾ അത് ശരിയാണല്ലോ. എന്നാൽ കുഞ്ഞിപ്പാത്തു ആന്റി, നിങ്ങൾ പോയിട്ട് മെയിൻ ഓൺ ആക്ക്. എന്ത് മെയിൻ ഓൺ ആക്കാൻ? നിങ്ങൾക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? അതല്ല, നീ മെയിൻ ഓൺ ആക്കാൻ ആരോടാ പറഞ്ഞത്? നിങ്ങളോടന്നെ, അല്ലാണ്ട് വേറെ ആരോടാ? ഞാനാ? ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. പേടിയെന്നോ? അതെങ്ങനെ ശരിയാകും? അത് പേടി പോയാലെങ്കിൽ ശരിയാകും. അതല്ല, നിങ്ങളല്ലേ മെയിൻ ഓഫ് ആക്കിയത്, അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് അത് ശരിയാക്ക്. നീ ഒന്ന് പോടാ ചെറുക്ക ഇവിടുന്ന്, എനിക്ക് പേടിയാ. നിങ്ങളല്ലേ വേണ്ടാത്ത പണിയൊക്കെ ചെയ്തത്, നിങ്ങൾ തന്നെ പോയി ഓണാക്ക്. അങ്ങനെ പറയാലടാ. അങ്ങനെ തന്നെ പറയൂ. എന്നാ കുഞ്ഞാമി, നീയും കൂടെ വാടി. എന്റെ അല്ലോ, എന്നാ എന്റെ കുഞ്ഞ
നീ തന്നെ പോയിട്ട് മെയിൻ ഓൺ ആക്കിക്കോ. എന്നടാ ചെറുക്ക, നീയെങ്കിലും എന്റെ കൂടെ വാ. അയ്യോ, ഞാൻ വരില്ല, എനിക്ക് പേടിയാ. എല്ലാരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? ആരെങ്കിലും എന്റെ കൂടെ വാ, എനിക്ക് പേടിയാ. അയ്യോ പാവം. ഒന്നുമില്ലെങ്കിലും എന്റെ സഹോദരിയല്ലേ, പാവം, ഞാൻ കൂടെ ചെല്ലാം. കുഞ്ഞിപ്പാത്തു, എന്താ നിനക്ക് ശരിക്കും പേടിയാകുന്നുണ്ടോ? ആ ഉണ്ടടി കുഞ്ഞാമി. എന്നാൽ ഞാൻ നിന്റെ കൂടെ പകുതി വരെ വരാം. രക്ഷപ്പെട്ടു, താങ്ക് യു ഡി. പകുതിയെങ്കിൽ പകുതി, അവിടം വരെ നീ വരുന്നുണ്ടല്ലോ. അവിടുന്ന് ഞാൻ ഓടിപ്പോയിട്ട് വേഗം ഓണാക്കും. എന്നാ നീ വാ. വേഗം പോട്. അല്ല, നീ എന്താ വരാത്തത്? എടി കുഞ്ഞാമി, നീ എന്താ വരാത്തത്? ഞാൻ വന്നില്ലേ, നീ പോട്. ഇവിടം വരെ വരുന്ന കാര്യമാണോ നീ പറഞ്ഞത്? ആ, ഞാൻ ഈ റൂമിന്റെ പകുതി വരെ വന്നിട്ട് നിന്നെ സഹായിക്കാമെന്ന് കരുതിയതാ. ഇതിന്റെ പകുതിയാണോ നീ ഉദ്ദേശിച്ചത്? ആ, നീ ഇവിടെ നിന്നും ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട, വേഗം ഓടിപ്പോയിട്ട് ഉണക്കിട്ട് വാ. ഞാൻ ആയതുകൊണ്ട് നിന്നെ ഇപ്പോൾ സഹായിച്ച്, വേറെ ആരെങ്കിലും ആണെങ്കിൽ നിന്നെ ഇപ്പോൾ സഹായിക്കുമോ? എന്റെ കുഞ്ഞാമി, ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ സഹായിക്കണ്ടായിരുന്നു. അതെന്താ? എന്റെ നിങ്ങളൊരു ഉപകാരം ചെയ്യുന്നില്ലല്ലോ, അവിടെ നിന്നും ഓരോന്ന് നൊടിയാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കേ. ഉപകാരം ചെയ്യുന്നില്ലെന്നോ? അവൾക്ക് പേടിയായിട്ട് ഞാൻ പകുതി വരെ നിന്ന് കൊടുത്തതല്ലേ. എന്റെ കുഞ്ഞാമി, നീ എന്നെ സഹായിക്കണ്ട, ഞാൻ പോയിട്ട് തനിയെ ഓണാക്കിയിട്ട് ഓടി വരാം. ഇവൾക്ക് ധൈര്യം വന്നോ? ആ, ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന ധൈര്യത്തിൽ പോയതായിരിക്കും. ഹായ്, കരണ്ട് വന്നു. ഞാൻ കാരണമാ ഇത്ര പെട്ടെന്ന് കരണ്ട് വന്നത്. നിങ്ങൾ കാരണമെന്നോ? അതെങ്ങനെ? ഞാൻ ഇവിടെ നിന്നത് കൊണ്ടല്ലേ അവൾ പേടിയില്ലാതെ ഓടിപ്പോയിട്ട് കരണ്ട് ഓണാക്കിയത്. നിങ്ങളൊന്ന് ബായും പൊട്ടി നിന്നേ, തുടങ്ങുന്നുണ്ട് തള്ളുവാൻ. ആ, കുഞ്ഞിപ്പാത്തു വേണ്ടി വന്നോ? ആ, നിങ്ങൾ പെട്ടെന്ന് പോയി വന്നല്ലോ, അതെങ്ങനെയാ? അതിങ്ങനെ തന്നെ, നീ കാണുന്നില്ലേ? എല്ലാവരും പോയി കിടന്നോ? എടാ സൽമാനെ, കുഞ്ഞിപ്പാത്തു എനിക്കെന്താ ഒരു ദേഷ്യം പോലെ? എനിക്കും തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ കുഞ്ഞാമിത്താൻ്റെ ദേഷ്യം പിടിച്ചിട്ടാകും. അത് തന്നെയായിരിക്കും, ഏന്റീൻ്റെയോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? എല്ലാവരും പോയി കിടന്നോ എന്ന്. ഞാൻ പോയി കിടക്കട്ടെ. അല്ല കുഞ്ഞിപ്പാത്തു, നീ പോയി കിടക്കുന്നില്ലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നീ നോക്കണ്ട. ഇവൾക്കിതെന്താ പറ്റിയത്? ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും സാരമില്ല, കരണ്ട് വന്നല്ലോ, ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ. കുഞ്ഞിപ്പാത്തു, അത് കുഞ്ഞിപ്പാത്തു. അപ്പോൾ പിന്നെ ഞാനാ? നീയും കുഞ്ഞിപ്പാത്തു? രണ്ട് ഞാനാ? രണ്ട് ഞാനല്ല, രണ്ട് കുഞ്ഞിപ്പാത്തു. ഒന്ന് സൗണ്ട് എടുക്കാണ്ട് നിൽക്കുമോ? ഹലോ, നിങ്ങൾ ആരാണ്? ഹലോ, എടാ ഇക്രോ, ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ? എന്നെ കൂട്ടാതെ പിറകോട്ട് പോകല്ല. ഞങ്ങൾ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഇവർക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? ഹലോ, നിങ്ങൾക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? എടാ ഇക്രോ, അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പിന്നെ പോയി. നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? എന്നെ കൂട്ടാതെ പിറകോട്ട് പോകല്ല. പേടിച്ചിട്ടാടാ. പേടി എനിക്കുമുണ്ട്, നമുക്കിത് ആരാണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവരോട്. എന്നാ നീ ചോദിക്കട മോനെ, അവൾ ആരാണെന്ന്. ഹലോ, എന്താ? നിങ്ങൾ പിന്നെയും പിറകോട്ട് പോയിക്കൊന്ന് നോക്കിയതാ, അപ്പോൾ പോയിക്കില്ല. ഹലോ, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ് ഈ വേഷം മാറി നിൽക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താടാ? നിങ്ങൾ പിറകോട്ട് പോയിക്കൊന്ന് പിന്നെയും നോക്കിയതാ, അപ്പോൾ പിന്നെയും പോയിക്കില്ല. അതാരാ ചിരിക്കുന്നത്? അതാ കുഞ്ഞിപ്പാത്തുമായിരിക്കും. ഒന്ന് പോടി അവിടുന്ന്, ഞാനൊന്നുമല്ല. നിന്നെ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ആ കാണുന്ന കുഞ്ഞിപ്പാത്തുവിനെ കൊണ്ടാ. അതിനത് കുഞ്ഞിപ്പാത്തൊന്നല്ല, എന്നാൽ വലിയ പാത്തു. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിൽക്കുക. അതാരാ ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഒന്ന് നോക്കിയേ, ആ പെണ്ണുങ്ങളുടെ വായൊന്നും മനങ്ങുന്നില്ല. ആ പെണ്ണുങ്ങൾ ചിരിക്കാണ്ടാണ് ചിരിക്കുന്ന സൗണ്ട് വരുന്നത്. ചിരിക്കാണ്ടുള്ള ചിരിയാ? അതെന്ത് ചിരിയാ? അതാണ് പൊട്ടിച്ചിരി. എന്റെ പഠിച്ചോനെ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഒരാളെ പോലെ രണ്ടാളോ? എന്തിനായിരിക്കും ഇവർ ഈ
വീട്ടിൽ വന്നത്? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ശരിക്കും ഇതാരാണ്? ഇവരെന്താ പോകാത്തത് ഇവിടെ നിന്നും? ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ പ്രേതമാണോ, അല്ലെങ്കിൽ ഭൂതമാണോ, അല്ലെങ്കിൽ വല്ല മാജിക് മറിയുന്ന ആളാണോ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഞാൻ ഇത്രയും ചോദിച്ചിട്ട് ഇവർ ഒരു മറുപടിയും തരുന്നില്ലല്ലോ. എടാ ഇക്രു, എന്താ ചെയ്യാ? നമ്മളൊന്നും ചെയ്യണ്ട, ആ പ്രേതം നമ്മളെ ചെയ്തോളും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേണ്ട കുഞ്ഞാവിത്ത. എടാ ഇക്രു, എന്താടാ? നമ്മളെല്ലാവരും ഇങ്ങനെ വായും വന്ന് നിന്നിട്ട് ഒരു കാര്യവുമില്ല. അത് ശരിയാ, എന്നാൽ എല്ലാരും വായും പൂട്ടി നിന്നോ. ഈ പെണ്ണുങ്ങളെന്താ ഇങ്ങനെയായി പോയത്? എടാ ഇക്രു, നീ ആ പെണ്ണുങ്ങളെ നോക്ക്, അവരൊന്നും മിണ്ടുന്നില്ല, അവിടെ നിന്ന് മനങ്ങുന്നുമില്ല. അത് തന്നെ, എന്നാ അവരുടെ ഉദ്ദേശം? എനിക്കറിയില്ലടാ, ഇവരെ എങ്ങനെയാ ഈ വീട്ടിൽ നിന്നും ഒന്ന് പറഞ്ഞേക്കുക? എടാ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. അയ്യോ, എന്റെ തല! എന്താടാ പറ്റിയത്? എന്റെ തലക്കെട്ട് കുത്തായി ചെയ്തിട്ട് കിഞ്ഞാണ് ചോദിക്കുന്ന. നിങ്ങൾ കൈയൊന്ന് മാറ്റുമോ? മനുഷ്യന്റെ തല പൊട്ടി. അപ്പോൾ ബായ് ബോട്ടി നിൽക്കണ്ടേ? ഈ പെണ്ണുങ്ങളെ ഞാനിന്ന് അടിച്ചു കൊല്ലും. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ബായ് പൂട്ടണ്ട കുഞ്ഞാമിത്ത, ബായും പൊളന്ന് നിന്ന. മനുഷ്യന്റെ തല പൊട്ടി. കുഞ്ഞിപ്പാത്തേന്റി, നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തരാം. എടാ മോനെ, നീ എന്ത് ചോദിച്ചിട്ടും അവൾ അവിടെ നിന്ന് മന്നങ്ങുന്നില്ലല്ലോ. ഇല്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്, എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വാ. എന്തെങ്കിലും ആക്കണ്ട, കടലക്ക തന്നെ ഇങ്ങെടുത്തോ. കടലക്കയാ? അതെന്തിനാ? തിന്നാൻ തന്നെ, അല്ലാണ്ട് വേറെന്തിനാ? അതിനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എടാ മോനെ, നീ പോയിട്ട് വല്ല ബോളോ തേങ്ങയോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വാ. അതെന്തിനാ? വേറൊന്നിനുമല്ലടാ, ആ സാധനം എടുത്തിട്ട് നീ അവളുടെ ദേഹത്തേക്ക് വലിച്ചെറി. അതെന്തിനാ? അങ്ങനെ അറിയുമ്പോൾ ചിലപ്പോൾ അവൾ ഓടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കും. എന്തായാലും അവർ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുമല്ലോ. കുഞ്ഞിപ്പാത്തേന്റി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. ഞാൻ പോയിട്ട് വല്ല സാധനവും എടുത്തിട്ട് വരാം. എന്നാൽ നീ വേഗം ചെല്ലടാ. എന്തായാലും അവൾ എറിഞ്ഞാൽ അവൾ പ്രതികരിക്കാതിരിക്കില്ല. കുഞ്ഞിപ്പാത്തേന്റി, ദാ സാധനം കിട്ടി. അത് മതി, നീ വേഗം വാ. ഇനി ഞാൻ എറിയട്ടെ? മോനെ, നീ ഒന്നും നോക്കണ്ട, നേരെ എറിഞ്ഞോ. എറിഞ്ഞാൽ അവൾ എന്തെങ്കിലും പ്രതികരിക്കാണ്ട് നിൽക്കില്ല. ആ ബോൾ എന്താ താഴോട്ട് പോകാത്തത്? പറയുമ്പോൾ അതെന്താ പോകാത്തത്? ഞാൻ വിചാരിച്ച ആ ബോൾ അവളുടെ ദേഹത്ത് വീഴുമെന്ന, പക്ഷെ അത് അവളുടെ ദേഹത്ത് വീഴാണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ, അതെന്തായിരിക്കും കാരണം? വേറെന്ത് കാരണോ? നിങ്ങളെല്ലാം അവളെ നോക്ക്. അവൾ ആ ബോളിനെ നോക്കി പേടിപ്പിച്ചത് കൊണ്ടാണ് ആ ബോൾ താഴോട്ട് പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മാതിരി നോട്ടയല്ലേ അവൾ ആ ബോളിനെ നോക്കുന്നത്. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഈ സമയത്തെങ്കിലും ഒന്ന് വായും പൂട്ടി നിൽക്ക്. എന്നാലും എന്തായിരിക്കും ആ ബോൾ താഴോട്ട് പോവാത്തത്? എന്റെ അല്ലോ, ആ ബോൾ കറങ്ങാൻ തുടങ്ങി. എന്റെ അല്ലോ, ഇതെന്ത് കറക്കാ കറങ്ങുന്നത്? നിങ്ങളൊന്ന് കളിക്കുന്നത്? അതില്ലടാ, ഞാൻ പോയിട്ട് ഫാൻ ഓഫ് ആക്കിയതാ. അതെന്തിനാ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഫാൻ ഓഫ് ആക്കിയത്? ആ ബോൾ കറങ്ങുന്നില്ലേ, പിന്നെന്തിനാ ഫാന്? രണ്ടും കറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഫാൻ ഓഫ് ആക്കിയതാ. എന്റെ കുഞ്ഞാമിയെ, ഇഞ്ഞൊന്ന് അടങ്ങിയിരിക്ക്. ആ ബോൾ ഇപ്പോൾ കറങ്ങുന്നില്ല. പറയാൻ പോലെ കറങ്ങുന്നില്ലല്ലോ. അല്ല കുഞ്ഞാമിത്ത, നിങ്ങൾ ഇവിടെ പിന്നെയും പോയത്? അത് ഞാൻ ഫാൻ ഓൺ ആക്കാൻ പോയതാടാ. ഇപ്പോൾ ബോൾ കറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് ഫാൻ കറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അടുത്ത് ഫാൻ ഓഫ് ആക്കോ ഓണാക്കോ ചെയ്യുന്ന അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലടാ. നോക്കിയേ, പിന്നെയും ബോൾ കറങ്ങി. പിന്നെയും കറങ്ങിയാ? എന്താടാ? നിങ്ങളിപ്പോൾ പോകാൻ നോക്കുന്നത് ഫാൻ ഓഫ് ആക്കാനല്ലേ? അതെങ്ങനെ എനിക്ക് മനസ്സിലായത്? കിന്നാരം ചോദിക്കുന്നു. ഇനി നിങ്ങൾ ഫാൻ ഓഫ് ആക്കിയാൽ ഒരൊറ്റ ചവിട്ടങ്ങ് തരും ഞാൻ. എന്റെ കുഞ്ഞമ്മേ, നീ ഒന്ന് അടങ്ങിയിരിക്ക്. നോക്കിയേ, ആ ബോൾ കറങ്ങുന്നതിന്റെ മോഡൽ മാറി. പറയുമ്പോൾ മാറിയിട്ടുണ്ടല്ലോ. അയ്യോ, അതെന്നാ സംഭവം? അത് ബോൾ തന്നെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ആ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തിരിച്ചു നേരെ നമ്മുടെ ദേഹത്തേക്ക് തന്നെ വീഴുമോ? വീണാലെന്താ, അതൊരു ബോളല്ലേ. തേങ്ങയായിട്ടാണെങ്കിലായിരുന്നു പ്രശ്നം. എന്ത് പ്രശ്നം? തേങ്ങ എന്റെ തലയിൽ വീണാൽ പിന്നെ പ്രശ്നം തന്നെയല്ലേ? പക്ഷേ നിന്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ നല്ല ബിറ്റുണ്ടാവും കാണാൻ. നോക്കിയേ, അവൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്.
പറഞ്ഞത്? അവൾ പ്രതികരിക്കാൻ തുടങ്ങി. എന്തോ സംഭവിക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അല്ല, ഇവളെന്തിനാ ഇങ്ങനെ കയ്യും പൊന്തിച്ച് നിൽക്കുന്നത്? അവക്ക് കയ്യും താത്തി നിന്നോറാ. അവർ എന്താ ചെയ്യുകയാണ്? എന്തായാലും അത് നമുക്കിട്ടിട്ടുള്ള പണി തന്നെയായിരിക്കും. എടാ ഇക്രു, അവളുടെ കൈ താത്തി വെക്കുവാൻ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? വേഗം പറ ആന്റി. ആരെങ്കിലും പോയിട്ട് അവളുടെ തൊക്കില് കിളികിളികിളി എന്ന് പറഞ്ഞ് ചിക്കിളിച്ചാൽ മതി. ഒന്ന് ബായും പൂട്ടി നിൽക്ക്. ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ അല്ലേ? ഇവൾ എന്തപ്പ ചെയ്യുന്നത്? അയ്യോ, ആ ബോള് 2 ബോളായി. 2 അല്ല 3. 3 അല്ലടാ 4. അയ്യോ 4 അല്ല 5. 5 ആയിക്കില്ല, 4 തന്നെയാ. ഇതിങ്ങനെ ഇത്രയും ബോൾ ഉണ്ടായത്? എടാ സുലൈമാനെ, നീ 4 ബോളാണോ എറിഞ്ഞത്? നിങ്ങൾ കണ്ടിക്കില്ലേ ഞാൻ 1 ബോൾ എറിഞ്ഞത്? ആഹാ, കണ്ടിക്ക്. പിന്നെ കിന്നാരം ചോദിക്കണ. എന്നാലും ഇത് എങ്ങനെയപ്പോ 4 ബോളായത്? അതാ പെണ്ണുങ്ങളാക്കിയതാണ്. എന്റെ അല്ലാ, ഇതെന്തിനാ 4 ബോള്? നമുക്ക് 4 ആൾക്ക് 4 ബോൾ ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് 4 ആൾക്കും കളിക്കാനുള്ള 4 ബോളാണ് അത്. ബോളോട് കളിക്കാൻ പറ്റിയ പ്രായം. ഏന്റി, നമുക്ക് 4 ആൾക്കും കളിക്കാനുള്ള 4 ബോൾ അല്ല അത്. നമുക്ക് 4 ആൾക്കും പണി തരുവാനുള്ള 4 ബോളുകളാണത്. പണിയാ? എന്ത് പണി? ആ പ്രേതം തരുന്ന എന്തോ ഒരു വലിയ പണി തന്നെ. നോക്കിയേ, ആ ബോളൊക്കെ കറങ്ങുവാൻ തുടങ്ങി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്നെ കൊല്ലല്ലേ. എവിടെ പൊട്ടം മാറി എന്റെ മേത്ത് നെണീക്ക്. എണീക്കാനാവുന്നില്ല. ഒന്ന് വേഗം എഴുന്നേൽക്ക്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ മൂക്ക്. നിങ്ങളിങ്ങനെ മൂക്കിനും തലയ്ക്കും വിട്ട് ഏറ് വാങ്ങുന്ന? വേഗം ഒന്ന് എഴുന്നേൽക്ക്. അയ്യോ എന്റെ ചെവി. ഇവിടെ ശരിക്കും നടക്കുന്നത്? ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് ആണോ? മക്കളെ, ഒന്ന് വേഗം എഴുന്നേൽക്കടാ. പറ്റുന്നില്ല. ശ്രമിക്കേ, പറ്റും. നിങ്ങൾ ശ്രമിക്കേ. വിശ്രമിക്കാനാ? ഈ ബോളിന്റെ ഏറ് കിട്ടുമ്പോൾ എങ്ങനെയാണ് വിശ്രമിക്കുന്നത്? വിശ്രമിക്കാനല്ല കുഞ്ഞാമി ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കാനാണ്. അങ്ങനെയാനു? എന്നാ ശ്രമിക്ക്. എന്തെന്നാ നിങ്ങൾ കളിക്കുന്നത്? ഞങ്ങളൊന്നും കളിക്കുന്നതല്ല, ഈ ബോൾ കളിക്കുന്നതാ. മക്കളെ, ബോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും വേഗം വന്ന് എഴുന്നേൽക്കാൻ നോക്ക്. എന്നിട്ട് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഓടിക്കോ. ഞാൻ ഒന്നും കൂടി എഴുന്നേൽക്കാൻ ശ്രമിക്കട്ടെ. നീ വേഗം എഴുന്നേൽക്കടാ ഇക്രു. എടാ ഇക്രു, നീ ഇനിയും ശ്രമിക്ക്. ശ്രമിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റു. ഇനി ഞാനും എഴുന്നേൽക്കട്ടെ. ആരും പേടിക്കണ്ട, ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ വേഗം എഴുന്നേറ്റൂടെ, അവിടുന്ന് പ്രസംഗിക്കാണ്ട്. അവനും എഴുന്നേറ്റോ? എടാ പൊട്ടന്മാരെ, ഒന്ന് വേഗം എഴുന്നേൽക്ക്. ഈ ബോളിന്റെ ഏറ് കൊണ്ട് ഞാനിപ്പോൾ ചമ്മന്തിയാകും. എല്ലാവരും എവിടെ? ഇതെന്തെന്നാ? ഇതെന്തെന്നാ കളിക്കുന്നേ? എല്ലാവരും റൂമിന്റെ പുറത്ത് പോയാ? അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ബോളിന്റെ ഏറ് കിട്ടും മുന്നേ വേഗം എഴുന്നേറ്റ് പോകാം. നിർത്ത്. ഞാൻ നിർത്ത് എന്ന് പറഞ്ഞപ്പോൾ നിർത്തിയാ? അതെങ്ങനെ സംഭവിച്ച്? ഇത്രയും സമയം തലയിൽ തേങ്ങ വീഴും പോലെയല്ലേ ഓരോരോ ബോള് വീണത്? നേരത്തെ ഇങ്ങനെ നിർത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും അനുസരണയുള്ള ബോളാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ പറയും പോലെ കേൾക്കുന്ന മാജിക് ബോള്. നിർത്ത്. അപ്പോൾ ഞാനിങ്ങനെ കൈവച്ചാൽ മാത്രമാണ് ബോൾ വീഴാതിരിക്കുന്നത്? അപ്പോൾ എന്റെ കൈക്ക് ഇത്രയും വലിയ ശക്തി ഉണ്ടായിരുന്നോ? അപ്പോൾ ഞാനൊരു ശക്തിമാനാണല്ലേ? ശക്തിമാൻ, ഞാനൊരു ശക്തിമാൻ. നിർത്ത്. എന്റെ ചന്തിക്കിട്ടിട്ടാ നീ എറിഞ്ഞതില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്റെ ശക്തി എന്താണെന്ന് അറിയില്ലേ?
ഞാനാണ് ശക്തിമാൻ. നിനക്ക് കാണിച്ചു തരാൻ വിട. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ നിനക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ എന്താ ആക്കാ? ആ, ബോളിനെ പൂവാക്കാം. എല്ലാ ബോളും പൂവാകട്ടെ. പൂവായി. ഇതെന്ത് പൂവാ? എന്റെ അല്ലോ, ഇത് പൂവല്ലാലോ, തേങ്ങയല്ലേ? തേങ്ങ വേണ്ട, പൂവ് മതി, പൂവ് മതി. എന്റെ അല്ലോ, ഞാനിപ്പോൾ കൈതാത്തിയാൽ ഈ തേങ്ങയെല്ലാം എന്റെ തലയിൽ വീഴുമല്ലോ. ഒന്നും കൂടി പറഞ്ഞു നോക്കാം. തേങ്ങയെല്ലാം ബോളാകട്ടെ. ബോളായിക്കില്ലല്ലോ. ബോളാക്. എന്റെ അല്ലോ, ഇത് ബോളാകുന്നില്ലല്ലോ. അയ്യോ, അപ്പോൾ ഞാനിങ്ങനെ കൈവച്ചിട്ടല്ലേ ഇതൊന്നും സംഭവിച്ചത്? ഈ പ്രേത പെണ്ണുങ്ങൾ ഇവിടെ നിന്നും ചെയ്യുന്നതാണോ? എന്റെ അല്ലോ, രക്ഷിക്കണേ. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങളെന്താ കളിക്കുന്നത്? എടാ, അവിടുന്ന് കിന്നാരം പറയാണ്ട് എന്നെ ഒന്ന് പിടിച്ച് പൊന്തിക്ക്. നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് പിടിച്ച് പൊന്തിക്ക്. അയ്യോ, എന്താടാ? ഇനിയിപ്പോൾ ആ പ്രേതം റൂമിന്റെ പുറത്ത് വരുമോ? നീ വേഗം റൂമിന്റെ കതകടക്ക്. രക്ഷപ്പെട്ട്. ഞാൻ രക്ഷപ്പെട്ടില്ലടാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. അവനെ മാത്രമല്ല എന്നെയും ഞാനും രക്ഷപ്പെട്ടില്ല. ഇതാ എന്റെ കൈ പിടിച്ച് എഴുന്നേൽക്ക്. ആ, താങ്ക് യു കുഞ്ഞിപ്പാത്തേന്റെ. അയ്യോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വലിച്ചിട്ട് വരുന്നില്ലല്ലോടാ. എങ്ങനെ വരാനാ? എന്റെ കാലിലല്ലേ ഇവരെ ഉള്ളത്. എന്റെ കുഞ്ഞാമിത്ത, ഒന്ന് എഴുന്നേൽക്ക്. ശ്രമിക്കുന്നുണ്ടടാ, പറ്റുന്നില്ല. നല്ലോണം ശ്രമിക്കേ. അയ്യോ, മുക്കണ്ട കുഞ്ഞാമി, ഇനി മുക്കണ്ട. നിന്റെ കൈകാട്ട്, ഞാൻ വലിക്കാം. ആ, വരട്ടെ. ആരാ വരുന്നേ? ആരും വരുന്നതില്ല. നിന്റെ കൂടെ ബാക്കോട്ടേക്ക് വരാൻ പറഞ്ഞതാ. ആ, ഇനിയും വരട്ടെ. മതി, നിർത്ത്. ഇപ്പൊ ശരിയായി. അല്ലടി, വല്ലതും സംഭവിച്ചിക്കോ? ഹേയ്, ഇല്ലടി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് നിനക്ക് സംഭവിച്ചിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നാ. നിനക്കായിരുന്നോ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. സമാധാനമായി. അല്ല പെണ്ണുങ്ങളെ, നിന്നെ വിളിക്കുന്നടി. അവരെയല്ല, നിങ്ങളെ തന്നെ വിളിച്ചത്. എന്താ? അല്ല, നിങ്ങളെന്നാ വിചാരിച്ചത്? ഞാൻ വിചാരിച്ച അവളെയാ വിളിച്ചതെന്ന്. ഓ, അതല്ല. പിന്നെന്തെന്നാ നിങ്ങളെന്നാ വിചാരിച്ചത്? നിങ്ങൾക്ക് വല്ലതും പറ്റിയെന്നാ? നിങ്ങൾക്കല്ല ഒന്നും പറ്റിയത് മുഴുവനും എനിക്കാ. എന്തെന്ന് ഇങ്ങനെ നോക്കുന്നത്? അല്ല, നിനക്ക് എന്നാ പറ്റിയതെന്ന് നോക്കിയതാ. അതിനെനിക്ക് ഇവിടെയൊന്നുമല്ല പറ്റിയത്. ദാ ഇത് നോക്ക്. എന്തെന്ന്? അയ്യേ, അതമിന്റെ ചന്തിയല്ലേ? അയ്യേ, എടാ, ഇതാണ് നീ കാര്യമായിട്ട് കാണിച്ചു തരുന്നത്? എന്ത്? ദാ നിന്റെ ഇത് തന്നെ. ചവിട്ടുന്നോ? ഞാൻ ചവിട്ടിയതല്ല, ഒന്ന് കാണിച്ചു തന്നതാ. ഓ, നിങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് അതാണോ നോക്കിയത്? നീ ഇപ്പോൾ കാര്യമായിട്ട് അതല്ലേ കാണിച്ചു തന്നത്? ഞാൻ നിങ്ങൾക്ക് അതൊന്നുമല്ല കാണിച്ചു തന്നത്. പിന്നെന്തെന്നാ? ദാ ഈ ഇരിക്കുന്ന സാധനത്തിന്മേൽ കൊളത്തി എന്റെ ബാഗും ഷർട്ടും കീറിയിട്ടാണുള്ളത്. അതാണ് കാണിച്ചു തന്നത്. അത് കീറിയാൽ അത് കാണിച്ചു തരണം, അല്ലാണ്ട് നിന്റെ ചന്തി കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാ? അങ്ങനെ തെറിച്ചു വീണ എനിക്കാണ് വേദനയായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിനക്കാണ് വേദനയായിട്ടുണ്ടാവുക? എടി കുഞ്ഞമ്മി, നീ അവനോട് ഇങ്ങനെ ചൂടാവില്ല. നീ കേൾക്കുന്നില്ലടി കുഞ്ഞു പാത്തു അവന്റെ വർത്താനം. ഞാൻ അങ്ങനെ തെറിച്ചു വീണതാണ്, അപ്പോൾ എനിക്കല്ലേ ശരിക്കും വേദനയായിട്ടുണ്ടാവുക? എടി കുഞ്ഞമ്മി, അവൻ ചെറിയ കുട്ടിയല്ലേ. അതിനെന്താ? നീ വീണത് അവന്റെ ദേഹത്തല്ലേ, അപ്പോൾ അവനും വേദനയായിട്ടുണ്ടാവുമെടി. നീ ഇങ്ങനെ തർക്കിക്കാതെ, പാവം അവന് വിഷമമായിട്ടുണ്ടാകും. ഡാ ചെറുക്ക, നിന്റെ ഓരോരോ വർത്താനം കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്, മനസ്സിലായിനാ? ഇനി മേലാൽ അങ്ങനെ സംസാരിക്കരുത്. അല്ല, എന്നിട്ട് വീണിട്ട് വല്ലതും പറ്റിയിക്കോ? ഇല്ല കുഞ്ഞാമിത്ത, എനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് നിനക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചത്, എനിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നാ. നീ ഒന്ന് നോക്കിയേ, ആ പ്രേതം തേങ്ങ കൊണ്ട് എന്നെ എറിഞ്ഞിട്ട് ഞാൻ പറന്നു വീണതാണ്. എന്റെ ഡ്രസ്സൊന്നും കീറിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സമാധാനമായി. ഏടി കുഞ്ഞിപ്പാത്തു, നീ നടക്ക്, നമുക്ക് പോയിട്ട് നല്ല ചായയൊക്കെ കുടിക്കാലോ. അല്ല, നിങ്ങളൊക്കെ എന്നാ കളിക്കുന്നത്? എന്താടാ നിങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന? ഹേയ്, ഇവിടെയല്ല, അങ്ങ് അടുക്കളയിലാ ഇരിക്കുന്നത്.
ഉണ്ടായിരുന്നല്ലോ, അതെവിടെ